السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, മറ്റു നാട്ടുകാരെ, നമ്മളുടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു തആല ഒരു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ അവസ്ഥ അങ്ങേയറ്റം മോശമായിരുന്നു. എവിടെയും കൊലയും കൊള്ളയും വഞ്ചനയും നിറഞ്ഞു നിന്നിരുന്നു. മദ്യപാനവും ചൂതുകളിയും ലജ്ജയില്ലായ്മയും വ്യാപകമായിരുന്നു. കുഫ്റിന്റെയും ശിർക്കിന്റെയും ഇരുൾ ലോകത്തെ മൂടിയിരുന്നു. എന്തിനേറെ പറയണം, ചരിത്രം വരെ ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം. നന്മ പറഞ്ഞു കൊടുക്കുന്നതിന് ബ്രഹ്മർ അവശേഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളൊന്നടങ്കം വന്ന നബിമാരുടെ അധ്യാപനങ്ങൾ മറന്ന് അല്ലാഹുവിനെ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരുമായി തീർന്നു. അങ്ങനെയിരിക്കെ ആ ജനത്തിലേക്ക് വിളിച്ചു പകരുവാൻ വേണ്ടി, നന്മ പറയുവാനും തിന്മകളെ വിരോധിക്കാനും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും വേണ്ടി അല്ലാഹു തആല ഒരു പ്രവാചകനെ പറഞ്ഞയച്ചു. ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്ന കാലത്ത് തന്നെ തൻ്റെ ജനതയോട് പറഞ്ഞിരുന്നു, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരും, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റണമെന്ന്. സുന്ദരമായ വാക്യങ്ങളിലൂടെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. قال الله تعالى في القرآن الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. മറിയമിന്റെ പുത്രൻ ഈസ പറയുന്ന സന്ദർഭം, ഇസ്രായേലി സന്തതികളെ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്നു പേരുള്ള പ്രവാചകനെ പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായിക്കൊണ്ടും നിങ്ങളിലേക്ക് അല്ലാഹുവിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. അങ്ങനെ ഇരുട്ടായിരുന്ന ആ ജനതയിലേക്ക്, ആ യുഗത്തിലേക്ക് നന്മ വെളിച്ചം പകരുവാൻ വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പ്രവാചകനായി പറഞ്ഞയച്ചു. അൽ ഖാതിമുൻ നബി, അവസാന പ്രവാചകന്റെ സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ചര്യ നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തൽ അത്യാവശ്യമാണ്. അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പുറപോലെ കൊണ്ടു നടക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.